Good morning all, and I'm back with another motovlog. അപ്പോൾ സമയം രാവിലെ 4:45 ഇതിപ്പോൾ ഇലഞ്ഞി കേട്ടോ ലൊക്കേഷൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മളത് ഇപ്പം കൂത്താട്ടുകളും വഴി വഴിത്തലയ്ക്കാണ് പോണത്. വഴിത്തല ചെന്ന് നമ്മുടെ വൈശാഖ ഭവനെ മീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളത് കൂത്താട്ടുകളെത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു 24 കഫേ ഉണ്ട് കേട്ടോ. അപ്പം യൂഷ്വലി നമ്മൾ സൈക്കിൾ റൈഡൊക്കെ ലോങ് പോകുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി സൈഡിലേക്കൊക്കെ നല്ല ക്ലൈമ്പൊക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ റൈഡ് പോകണേ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമ്മൾ രാവിലെ ഇവിടുന്ന് ചായയൊന്നും കുടിക്കുന്നില്ല. നമ്മളിവിടുന്ന് റൈറ്റ് എടുക്കും കേട്ടോ. പറഞ്ഞ പോലെ ഇടുക്കി റൂട്ട്. ഇനി നമ്മൾ നേരെ വഴിത്തല ചെന്നിട്ട് വൈശാഖ ഭവനെ മീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി തൊടുപുഴ അല്ലെങ്കിൽ കാഞ്ഞാറൊക്കെ ചെല്ലുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് കയറാം കേട്ടോ. ഇന്നിപ്പം മഴയൊന്നുമില്ല കേട്ടോ. മേ ബി രാവിലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വൈബായിരുന്നു. അപ്പോൾ നമ്മൾ കാഞ്ഞാറിൽ നിന്ന് റൈറ്റ് എടുക്കും കേട്ടോ. വാഗമൺ റൂട്ടാണ്, പുള്ളിക്കാന വാഗമൺ റൂട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മൾ ഈ റൂട്ടിൽ വരുന്നത്. യൂഷ്വലി നമ്മുടെ റൂട്ട് ഇതല്ല. ഇപ്പോൾ ഈ റൂട്ടാണേലും ഇടയ്ക്കൊക്കെ വഴി നല്ല കട്ടറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മിനിമം സ്പീഡിലൊക്കെ പോരാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇച്ചിരി ഡേഞ്ചറാണ്. തണുപ്പായി ഗൈസ്, ചിൽ ക്ലൈമറ്റാണ്. നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കയറി, സോ ക്ലൈമറ്റ് ചേഞ്ചായി. ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ കേട്ടോ നാടുകാണി പോയിന്റ്. അത് ഏതൊരു കോളേജല്ലേ? കോളേജ് സ്കൂളാണ്. സെന്റ് ജോസഫ് ഇവിടുത്തെ. ഓ നമ്മൾ കയറി വന്ന വഴി അല്ലേ, അതല്ലേ? ഇപ്പോൾ എന്നെ ക്ലൈംബോ നോക്കിയേ. നമ്മൾ ഏതൊരു വ്യൂ പോയിന്റ് ചെന്നിട്ട് നേരെ ഇങ്ങനെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ കാണാം വേസ്റ്റുകൾ. ഇവിടെയൊക്കെയാണ് ശരിക്കും ബ്രോ ഒരു CCTV ഒക്കെ ഉണ്ടേ. ഫുള്ളൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഗൈസ്. ആണോ? നല്ല ഗ്രേറ്റ് ക്ലൈംസ് ആട്ടോ. കഴിഞ്ഞ ദിവസം വൈശാഖ ബ്രോ സൈക്കിളിന് വന്നായിരുന്നു. സൈക്കിളിൽ കയറി വന്ന സ്മരണകളുണ്ടോ? ചുമല വാണിംഗ് ലൈറ്റൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഈ ഇടയ്ക്ക് വെച്ചാന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇരുട്ടത്തൊക്കെ വരുമ്പോൾ വേറെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ റൂട്ടിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുവാണെങ്കിലാണ് ഈ ഹെയർ പിന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്ന് ബൈക്ക് ഇവിടെ വെച്ചു. അപ്പോൾ സ്ട്രെയിറ്റ് കിടക്കുന്ന കേട്ടോ പുള്ളിക്കാനം റൂട്ട്. ഏകദേശം 10 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയ പുള്ളിക്കാനം റൂട്ടാണ്. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഇതിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കളരികാവ് ബ്രോ, അത് കണ്ടോ? റെയിൻബോ. നമ്മളിങ്ങനെ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട കേട്ടോ ഒരു മഴവില്ല. അപ്പോൾ നമ്മൾ കയറി പോണ വഴി ഇതാട്ടോ, കളരികാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ആർച്ചൊക്കെ കാണാം. അപ്പോൾ ഇങ്ങോട്ട് കാര്യം പറഞ്ഞാൽ ഓഫ് റോഡാണ്. പക്ഷേ നമുക്ക് ഓഫ് റോഡ് വണ്ടി കൊണ്ടും കയറി പോകാൻ പറ്റില്ല, കാരണം അത് ക്ലോസ്ഡ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചങ്ങോട്ട് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ബ്രോയുടെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അത് പ്രൈവറ്റ് അമ്പലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വേറെ വണ്ടികളൊന്നും കയറത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ബ്രോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കൊരു ഡീവിയേഷൻ ഉണ്ട്. നമ്മളത് എടുക്കണം കേട്ടോ, നേരെ പോന്നാൽ മതി. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൊക്കെ ഒരു ലൊക്കേഷൻ ഉണ്ട്. ബട്ട് എൻ്റെ ഗൂഗിൾ മാപ്പാണ് ഈ ഫ്രണ്ടിൽ പോണത്. 2 ദിവസം മുന്നേ വന്നതാണ്. രാവിലെ തന്നെ പണി തുടങ്ങി കേട്ടോ. എന്തോ ആണോ മാതിരി നടക്കണുണ്ടോ? ഒരു തല എടുത്ത് വെക്കും, എന്നിട്ട് അവിടെ അപ്പുറം കുത്തി ഇപ്പുറം കുത്തി പരിപാടി തുടങ്ങി. ബ്ലഡ് കുടിക്കുന്ന കാറ്റ് കണ്ടോ എൻ്റെ അമ്മോ, പൊളി. നമ്മൾ കയറിപ്പോകുന്ന വഴി ഇതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോ, ഇതാണ് ആ ഒരു മോർണിംഗ് വ്യൂ. കുറച്ചുകൂടി പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. പക്ഷേ കുറ്റം പറയല്ല, അടിപൊളി, ഒന്നും പറയല്ല. കാറ്റൊരു പ്രത്യേക ഫീലാണ്. നല്ല ആംബിയൻസ്, നല്ല വെതർ,
ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ ഈ ഹൈക്ക് ചെയ്തിങ്ങ് വരുമ്പോഴത്തേനും ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴത്തുനിന്ന് കണ്ട ഒരു ആർച്ചില്ലേ, ആ ഒരു അമ്പലം കേട്ടോ, കളരികാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു വഴിയെ പോകാം, ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആട്ടോ, പക്ക പ്രൈവറ്റ് ഒരു അമ്പലമാണോ പഴയ ഒരു വീട് മന സെറ്റപ്പ് അല്ലേ, പഴയ ഒരു മന പോലെയൊക്കെ ഇതാ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ആ സംഭവം പ്രൈവറ്റ് ആയതുകൊണ്ടും നമ്മളങ്ങോട്ട് അതിക്രമിച്ച് കയറുന്നില്ല. നമുക്ക് നമ്മുടെ ഹൈക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, ഈ റൂട്ട്. അപ്പോൾ നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഒരു വ്യൂ ഉള്ള ഇവിടെ വരെ കേട്ടോ നമ്മുടെ വൈശാപുരം കഴിഞ്ഞ ദിവസം വന്നേ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബാക്കി അങ്ങോട്ടൂടെ ഹൈക്ക് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ബ്രോ 1.5 കിലോമീറ്റർ കയറി. ആ, ഇവിടെ നിന്ന് അടുത്ത താഴത്തേക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നു, അടുത്ത മലയുടെ ബേസിലേക്ക്. ബ്രോ ഈ വ്യൂ കാണുമ്പോഴാണ് നമ്മുടെ മിനി മീശപ്പുലിമല. അതുകൊണ്ട് അവിടെ ക്ലൗഡ് ബെഡ് കേട്ടോ അങ്ങ് ദൂരെ. പക്ഷെ എൻ്റെ അമ്മോ വ്യൂ കാഴ്ച. നമ്മൾ അതിരാവിലെ റൈഡൊക്കെ വന്നിട്ട് അതിപ്പം ബൈക്കിനാണേലും സൈക്കിളിനാണേലും കണ്ട ഇങ്ങനൊരു മലയൊക്കെ കയറിയിട്ട് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അങ്ങനെ നമ്മൾ ആ മൗണ്ടൻ്റെ ബേസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഇത് കണ്ടോ, സോ ഡേഞ്ചർ, സോ പ്ലീസ് ബി കെയർഫുൾ ബ്രോ. സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ, ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എൻ്റെ പൊന്നെ ഇത് കണ്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് വഴിയില്ലാത്ത വഴിയായിരിക്കും ഇങ്ങനെ വന്ന് ഇത് ഇവിടെ ഉണ്ടോ, അവിടെ 2 ചെറിയ പാറക്കല്ലുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അതെ അതെ, ഇളക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളതുപോലെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇടയ്ക്ക് ചെറിയ വഴിച്ചാൽ പോലെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ വൈശാഖരോട് പറയുകയും ചെയ്തു, ബ്രോ അത് വല്ലോ പോത്തൊക്കെ നടന്നായിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെച്ച് ചാണകം കിടക്കുന്നു. അത് നല്ല ഫ്രഷ് ചാണകം. ഇല്ല, പശുവിനെ കിട്ടത്തില്ല. പോത്ത് കാട്ടുപോത്താണോ അല്ലാത്താണോ എന്ന് പറഞ്ഞാൽ മതി. ബ്രോ കാറ്റുണ്ടോ ബ്രോ? അടിപൊളി കാറ്റ്. വാ പൊളി. അതല്ലേ, ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വഴി കൂടെ ഒക്കെ പോകുമ്പോ ഇടയ്ക്ക് നിർത്തി നമ്മൾ നോക്കുമല്ലേ ഇതൊക്കെ ഏത് മലകളല്ലേ. നമ്മള് ദൂരൊക്കെ വണ്ടിയെ പോകുമ്പോ കാണുന്ന മലകൾ, അതിലെ ഒരു ടോപ്പ് മലയാണ് ഗൈസ് ഇത്, ഇവിടുത്തെ നിലവിലെ ഏറ്റവും പൊക്കമുള്ളത്. അപ്പോൾ ബാക്കി കയറാലേ. ആൻഡ് ഫൈനലി നമ്മളിത് എത്താറാവും കേട്ടോ. ആ കാറ്റ് കണ്ടോ, മുകളിലേക്ക് കയറിയപ്പോഴത്തേനും നല്ല കാറ്റായിട്ടുണ്ടേ. വാവ്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഇല്ലിക്കലിൻ്റെ. ബട്ട് നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോകാം കേട്ടോ. അതായത് നമ്മൾ മുകളിൽ ചെന്നിട്ട് അപ്പുറത്തെ ഒരു മല അല്ലെങ്കിൽ അപ്പുറത്തെ ഇവിടുന്ന് താഴത്തേക്കുള്ളൊരു താഴ്വാരം കാണുന്ന അവിടെ വരെ ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും മേൽവശം കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും വലിയ പുല്ലുകളൊന്നുമില്ല കേട്ടോ. അതായത് ഉയരത്തിൽ പുല്ലുകൾ കുറവാണ്. ഇത് കണ്ടോ, ആ ഒരു കുഞ്ഞുമല കേട്ടോ, നമ്മൾ താഴത്തുനിന്ന് കണ്ടേ കുഞ്ഞുമല. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ ഒരു വലിയ മല. അപ്പോൾ നമ്മൾ മുമ്പേ നിന്ന് അവിടെയാണ്, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, ഈ സൈഡിലേക്ക്. അപ്പോൾ നമ്മുടെ നനഞ്ഞ ഷൂ ഒക്കെ ഒന്ന് ഊരിയിട്ട് കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയി കേട്ടോ.
എന്തോ ഇതാണ് നമ്മൾ അവിടെ നിന്ന് താഴത്തുനിന്ന് നോക്കിയപ്പം ആദ്യത്തെ ഒരു സ്പോട്ടിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട കുഞ്ഞിമല, 2 മലകൾ നിന്ന് അതിലൊരു ചെറിയ മല കേട്ടോ ഇത്. അപ്പോൾ അങ്ങോട്ട് പോകാനാണെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് വഴിയൊക്കെ ഉണ്ടാക്കി ഇറങ്ങി കയറിയൊക്കെ പോകാം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഇല്ലിക്കലിൻ്റെ കുറച്ചുകൂടെ നൈസ് വ്യൂ ആയിരിക്കും, കുറച്ചുകൂടെ അടുത്തുള്ളൊരു വ്യൂ കിട്ടും അവിടെ പോവുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി വന്ന ഒരു മലയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സൈഡിൽ ചെറിയ പാറകൾ കണ്ടോ, ചെറിയ പാറ പോലെ കാണാൻ പറ്റും. നമ്മൾ അതിലേക്കായിട്ട് ഇറങ്ങി വന്നത്, ഈ പുല്ലിക്കോടെയൊക്കെ ഇറങ്ങി. ആൻഡ് വി ആർ ഗോയിങ് ടു നമ്മൾ വന്ന വഴി എന്തോ വൈശാഖ് ബ്രോ അവിടെ ഒരു പാറയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ആ ഒരു ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. അതായത് ക്ലൗഡ് ബെഡ് കാര്യം പറഞ്ഞാൽ അവിടെ ഉണ്ട്, നമുക്കത് കാണാൻ പറ്റില്ല. കാരണം അതേ ഇതാണ് കോട കേട്ടോ. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്, പെട്ടെന്ന് ഭയങ്കരമായിട്ട് വെതർ ചേഞ്ച് ഭയങ്കര ഫാസ്റ്റ് കേട്ടോ. പെട്ടെന്ന് സംഭവം മാറി മാറി വരും. പക്ഷേ നല്ല രസമായിട്ടോ കാണാൻ. എന്തേ ഇല്ലിക്കല്ലൊക്കെ പയ്യെ മൂടി വരും കേട്ടോ. ഇത് ചൂലുണ്ടാക്കുന്ന കൂട്ടൊരു പനയാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കായാണ് നമ്മൾ ഈ ഈന്തപ്പഴത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ ആണല്ലേ. ഈന്തപ്പനയുടെ ഒരു കാറ്റഗറി. ഇത് നമ്മുടെ മറ്റേ തെങ്ങിന്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ, തേങ്ങ പോലെ. അതെ അതെ, കരിക്കിന്റെ കരിക്ക്. ബ്രോ ഒന്ന് കഴിച്ചു നോക്കി, ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ബ്രോനെ തൂക്കിക്കൊണ്ട് ഇത് മൊത്തം നടന്ന് കണ്ടു വരും. ഗൈസ് മഴയാട്ടോ, മഴ വന്നു പൊളി. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സെൻറ്ററായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വലത്തേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് കോടയാട്ടോ. അവിടെയാണ് ഇല്ലിക്കല്ലൊക്കെ വരുന്നത്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, വിസിബിൾ അല്ല കേട്ടോ, അത്രയ്ക്ക് കോടയാണ്. നേരെ ഇപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ, നമ്മുടെ മൂലമറ്റ സൈഡൊക്കെ കോടയില്ല, ഒന്നുമില്ല, ക്ലിയർ വ്യൂ. അങ്ങനത്തെ മുള്ളമ്പന്നിയുടെ മുള്ള് കിട്ടി ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതിൽ വിഷമില്ലെന്ന്, വൈശാഖ് ബ്രോ പറഞ്ഞ് വിഷം ഉണ്ടെന്നുകൊണ്ട് ഞാൻ കുത്തി നോക്കാൻ പോവാണ്. അത് ശരി, അപ്പൊ ഞാൻ എന്നെ തന്നെ കുത്തുന്നാണോ വിചാരിച്ചേ? കുത്തി നോക്കുക, ഇതിൽ മറ്റേ വിഷം പുരട്ടിയിട്ട് അമ്പായിട്ട്. അതെ അതെ, അയ്യോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്.